ഇത് നല്ലൊരു പോയിന്റ് ആയിരിക്കും നിഫ്റ്റിക്ക്. അതായത് നിഫ്റ്റി ഇൻ കേസ് താഴത്തോട്ട് പോകുന്നുണ്ടെങ്കിൽ, ഓക്കെ, ഈ ഒരു പോയിന്റ് ചെയ്യുന്ന നിഫ്റ്റി താഴത്തോട്ട് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നല്ലൊരു 15 മിനിറ്റിൻ്റെ ട്രാപ്പിംഗ് സെറ്റപ്പ് വർക്കൗട്ട് ആവും. പ്ലസ് സെല്ലേഴ്സ് വരും. സോ നിഫ്റ്റിക്ക് ഇന്നൊരു അപ്സൈഡ് മൊമെൻറ്റത്തിലോട്ട് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, ഇപ്പം നമുക്ക് ഏകദേശം സമയം 11:21 ആകാറായി. നമ്മുടെ മാർക്കറ്റ് ഏകദേശം നമ്മൾ പറഞ്ഞ ഒരു ലെവലിൽ തന്നെ നിൽക്കുകയാണ്. മോർണിംഗിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഏരിയ ഓഫ് എൻട്രി എന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയ ആണ്. അതായത് നമുക്ക് 25-56 ഏരിയ ഉണ്ട് ഒരു ഏരിയ. ആ ഒരു ഏരിയയിൽ എത്തുന്നതിന് മുമ്പ് മാർക്കറ്റ് പതിയെ റിവേഴ്സ് ചെയ്യുന്നുണ്ട്. നമുക്ക് ബേസിക്കലി മാർക്കറ്റ് അതൊരു നല്ല സൈനാണ്. ബട്ട് ഇതിങ്ങനെ നമുക്ക് അപ്സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കൊരു എൻട്രി എടുക്കാൻ പറ്റില്ല ഈ ഏരിയയിൽ. ബട്ട് ഇൻ കേസ് മാർക്കറ്റ് ഇതേ ഒരു അപ്സൈഡ് മൊമെൻറ്റം ചെറുതായിട്ട് വന്നിട്ട് നമുക്ക് പിന്നെയും ഈ വന്നവരുടെ എസ്എലും കൂടെ ഹണ്ട് ചെയ്യാനായിട്ട് മാർക്കറ്റ് ഈ ഒരു ഏരിയയിലേക്ക് വരുന്നുണ്ടെങ്കിൽ നമുക്ക് മുകളിലേക്ക് പിന്നീട് ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തുകൊണ്ടുള്ള അപ്സൈഡ് മൊമെൻറ്റത്തിലേക്ക് മാർക്കറ്റ് പോകും. ഓക്കെ, സോ ഇപ്പോൾ നമുക്ക് ഏകദേശം മാർക്കറ്റിൽ 1:30 കഴിഞ്ഞിരിക്കുന്നു. സോ നമ്മൾ മോർണിംഗിൽ പ്ലാൻ ചെയ്ത പോലെ തന്നെ നമുക്ക് ഏകദേശം മാർക്കറ്റിൽ ഡൗൺ സൈഡിലേക്ക് ഒരു ബ്രേക്ക് തന്നായിരുന്നു. ബ്രേക്ക് തന്നതിന് ശേഷം മാർക്കറ്റ് ഒരു അപ്സൈഡിലേക്കൊരു മൊമെൻറ്റം തന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സോ നമ്മുടെ ഫൈനൽ ടാർഗറ്റ് ഏകദേശം ഇന്നത്തെ ഡേ ഹൈ ആണ്. നമുക്ക് എത്തുമോ എന്ന് നോക്കാം. അതുപോലെ തന്നെ നമുക്ക് ബാങ്ക് നിഫ്റ്റി നമ്മുടെ ഫൈനൽ ലെവൽസിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. സോ നമുക്ക് എന്തായാലും മാർക്കറ്റിൽ നമുക്ക് റിജക്ഷൻ കിട്ടാനുള്ള ചാൻസസ് കൂടുതലാണ്. സോ നിഫ്റ്റി നമുക്ക് നമ്മുടെ ഫൈനൽ ടാർഗറ്റിലേക്ക് എത്തുമോ എന്ന് നമുക്ക് നോക്കാം.